ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട അക്ഷരമാണ്. നിങ്ങൾക്കറിയാം. കണ്ടോ, ടീച്ചർ എഴുതിയിരിക്കുന്നുണ്ടോ? ഏതാണ്? പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടാവണം. ഏതാണിത്? ട. ഒരു ടായ എഴുതി, ഈ ടായ എഴുതി, എന്നിട്ട് ടയുടെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ചേർക്കുകയാണ്. ഏതാണ്? ട. കണ്ടോ, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ട എന്ന കൂട്ടക്ഷരത്തിന്റെ വാക്കുകളാണ്. ഓക്കെ, പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് കൊണ്ട് ഈ ക്ലാസ്സിൽ ഇത് എളുപ്പമായിരിക്കും. ശ്രദ്ധിച്ചിരിക്കാം കേട്ടാ. പ, ട, പട്ട, അം. എന്താണ്? ടം. പ, ടം. എന്താണ്? പട്ടം. കൈറ്റ്. എന്താണ്? പട്ടം, കൈറ്റ്. അടുത്തത് ക, ഉ. അപ്പൊ എന്താ? കു. ട, ഇ. എന്താണ്? ടി. കു, ടി. കുട്ടി. ചൈൽഡ്. എന്താണ്? ചൈൽഡ്. കുട്ടി, ചൈൽഡ്. നിങ്ങളിപ്പോ കുട്ടികളാണ്, മനസ്സിലായോ? കുട്ടി, ചൈൽഡ്. കുട്ടികൾ, ചിൽഡ്രൻ. ഓക്കെ. അടുത്തത് പ, ട, ഇ. എന്താണ്? പട്ടി, ഡോഗ്. അല്ലെ? ഡോഗ്. അടുത്തത് ച, ട, ഇ. ടി. അപ്പൊ എന്താ? ചട്ടി. എന്താണ്? ചട്ടി. എന്താണ് ചട്ടി? ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം, അല്ലെ? ചട്ടി. യെസ്. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കൂട്ടക്ഷരം കൂടെ പഠിക്കാം. ആ കൂട്ടക്ഷരം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ് 2 കൂട്ടക്ഷരം ഈ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത്. ഓക്കെ, വായ. ശ്രദ്ധിച്ചിരിക്കട്ടോ. മറ്റൊരു കൂട്ടക്ഷരം. ഇതെന്താണ്? ന. അല്ലേ? ഇതെന്താ? ട. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ ടീച്ചർ. നായും ടായും. അല്ലേ? എന്ത് ചെയ്യും നമ്മള്? നായുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അല്ലേ? ന ഇവിടം വരെ നമ്മൾ എഴുതും, എന്നിട്ട് ടായ എഴുതും. അപ്പൊ എന്തായി? ഉണ്ട. എന്താണ്? ഉണ്ട. കിട്ടിയില്ലേ? ഒന്ന് എഴുതിയാലോ? കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. കുറച്ച് ഉദാഹരണം വാക്കുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിലും കൂടെ എഴുതുന്നത് കേട്ടാ. അപ്പൊ നോക്കിയേ. യെസ്, ഉണ്ട. എന്താണ്? ഉണ്ട. എഴുതാം. ച, എ. എന്താണ്? ചേ. അല്ലേ? ചേ. ഇനി പഠിച്ച കൂട്ടക്ഷരം ണ്ട. എന്താണത്? ണ്ട. കൂട്ടി വയ്ക്കുമ്പോ ചെണ്ട. ചെണ്ട കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ചെണ്ടമേളം, അല്ലേ? ആ, യെസ്, ചെണ്ട. ഓക്കെ. അടുത്തത് വാ, ണ്ട, ഇ. അപ്പൊ എന്താ? വണ്ടി. എന്താണ്? വണ്ടി. കിട്ടിയോ? ചെണ്ട, വണ്ടി.
ഉണ്ടാ ഉപയോഗിച്ചിട്ട് 2 വാക്കുകൾ. ഇനി അടുത്തൊരു വാക്കും കൂടെ ടീച്ചർ എഴുതാം. ക ശ ഇതെന്താ ശു വ ണ്ട ഇ. കൂട്ടി വായിച്ചേ. ക ശു വ ണ്ടി. എന്താണ്? കശുവണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? കാഷ്യൂ. കാഷ്യൂനട്ട് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കശുവണ്ടി. അപ്പോൾ ട ണ്ട ഈ 2 കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഈ വാക്കുകൾ പഠിക്കുക. കൂടാതെ ടീച്ചറിനായാലും പേരൻസിനാണെങ്കിലും എന്താണ് കുറച്ച് കാര്യങ്ങളാണ്, അക്ഷരങ്ങളും വാക്കുകളാണ് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. വായനയ്ക്ക് വേറെ ഒരു കുറുക്ക് വഴിയില്ല. വായിക്കുക എന്നത് മാത്രമാണ് ഒരു കുറുക്ക് വഴി. മനസ്സിലായോ? വായിക്കുക എന്ന് മാത്രമാണ് വായനയ്ക്കുള്ള എളുപ്പ വഴി. വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ 15 മിനിറ്റ് വായിക്കുക. എന്നാൽ മാത്രമാണ് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ, ഈ കൂട്ടക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ, ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ടുള്ള കൂടുതൽ വാക്കുകളും വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. പഠിപ്പിക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങളും കൂടെ വായിക്കാൻ എഫേർട്ട് എടുക്കണം. മനസ്സിലായോ? വായിക്കാൻ നിങ്ങൾ പ്രയത്നിക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.